ഹലോ ഫ്രണ്ട്സ്, പുറത്തൊക്കെ നല്ല മഴയാ. മഴയാകുമ്പം പിന്നെ നമുക്ക് നല്ല വിശപ്പാ. അപ്പൊ തോന്നി ചീനി അല്ലെങ്കിൽ കപ്പ. നമ്മുടെ കൊല്ലക്കാരൊക്കെ ഇതിനെ ചീനി എന്നൊക്കെ വിളിക്കും കേട്ടോ. അങ്ങനെ ചീനിയും പുഴുങ്ങി 2 തരം മുളകിട്ട പുളിച്ചമ്മന്തി, നല്ല ഇഞ്ചിയിട്ട ചൂട് കട്ടൻ ചായ. മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളെ വിശപ്പടക്കാൻ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട, ഇതൊക്കെ മതി. അങ്ങനെ അത് നമ്മൾ പുളിച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാനെടുത്തടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു 15 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. മുളക് പൊടിയൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൊച്ചുള്ളി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. തണുപ്പല്ലേ കൊച്ചുള്ളി. മുളകെന്ന് പറയുന്നത് നല്ല ചൂടും എരിയും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മൂന്നും കൂടെ നല്ലതുപോലെ ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കണം. പുളിയും കൂടെ എടുത്ത് ഇതിനകത്തോട്ടിട്ട് പുളിയും കൂടെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. പുളിച്ചമ്മന്തി ആകുമ്പം കുറച്ച് പുളിയൊക്കെ ഇച്ചിരി മുമ്പേ നിൽക്കണമല്ലോ, അതാണല്ലേ ചമ്മന്തിയുടെ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ പുളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഈ എണ്ണയിലൊക്കെ ഒന്ന് കിടന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണ കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ പുളിയും കൂടെ ഒന്ന് മൂത്ത് വരണം. അപ്പം ഈ പുളിയും മുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്കൊന്ന് ആറാൻ വെക്കാം. ചൂടാറാൻ വെക്കുമ്പോഴത്തേക്ക് ഇത് കണ്ട ഈ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരും. കണ്ടതാ, ഇതൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇട്ടും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടും അരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ തേങ്ങയൊന്നും ഇടുന്നില്ല, അല്ലാതെ തന്നെ തേങ്ങ ഇടാതെ തന്നെ നമ്മൾ അരച്ചെടുക്കുകയാണിത്. അതേ കണക്ക് നമ്മൾ എപ്പം ചീനി പുഴുങ്ങി ഇതൊക്കെ കഴിക്കാൻ നോക്കിയാലും ശരി തന്നെ, നമ്മൾ ചീനി ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി കടിഞ്ചായ ഇട്ട് കുടിക്കണം. കടിഞ്ചായ സാധാ കടിഞ്ചായ അല്ല, നമ്മൾ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് കടിഞ്ചായ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മിക്കവാറും ഉള്ളവർക്ക് ചീനിയൊക്കെ തിന്നുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു അസ്വസ്ഥതയും ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അതെല്ലാം നമുക്ക് ഇച്ചിരി ഇഞ്ചി ഇട്ട് കട്ടൻ ചായയും കൂടെ കുടിക്കുമ്പം അതൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ പുളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാനുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഈ ഉള്ളിയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പുളിയും കൂടെ ചേർക്കാനുണ്ട്. അപ്പം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി നമ്മളിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതൊന്ന് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു പച്ചമുളകോ മല്ലിയിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അതിപ്പൊന്നും ഉപ്പം ചേർക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ വെളിച്ചെണ്ണ ഇച്ചിരി തോനെ ഒഴിച്ചാലും നല്ലതാണ്. അപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് 2 പച്ചമുളകൊക്കെ ഇതിനകത്ത് അരിഞ്ഞിട്ട് ചതക്കിടുകയോ ഒക്കെ ചെയ്യാം. കരിവേപ്പിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ 2 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മൾ അടുത്ത മുളക് ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പം നമ്മളെ ചീനിയൊക്കെ പുഴുങ്ങി അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചീനിയും പുഴുങ്ങി കട്ടൻ ചായ ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മിക്കവാർക്കും അറിയാമെന്ന് തോന്നുന്നു കട്ടൻ ചായ ഇടാൻ. നമ്മൾ ചീനിയോ ബിരിയാണിയോ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ഇച്ചിരി ചതച്ചിട്ട് കട്ടൻ ചായ കുടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണവും നമുക്കൊരു കഴപ്പും ഇതൊക്കെ ആകുമ്പോൾ ദഹിക്കും. കട്ടൻ ചായ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കുടിച്ചിരിക്കണം. അപ്പോൾ ദഹനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ബിരിയാണി കഴിച്ചാലും നമ്മൾ വീട്ടിൽ വന്നിച്ചിരി ഇഞ്ചി ഇട്ട് കട്ടൻ ചായ കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.